ഈ വീഡിയോയിൽ നമ്മൾ ഫിസിക്സ് ചാപ്റ്റർ 4 മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടിന്റെ പാർട്ട് 4 വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഇതിലത്തെ ഈ ഒരു ക്വസ്റ്റിന് നമുക്ക് ആൻസർ ചെയ്യാം. ആർ ദർ സിമിലാരിറ്റീസ് ബിറ്റ്വീൻ ദ മാഗ്നറ്റിക് ഫീൽഡ് അറൌണ്ട് എ ബാർ മാഗ്നറ്റ് ആൻഡ് ദാറ്റ് അറൌണ്ട് എ കറണ്ട് ക്യാരിയിങ് സോളിനോയിഡ്? ഇവിടെ രണ്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ബാർ മാഗ്നറ്റിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ്, അതേപോലെ തന്നെ കറണ്ട് ക്യാരിയിങ് ആയിട്ടുള്ള ഒരു സോളിനോയിഡ്. നമ്മൾ പഠിച്ചൊരു സോളിനോയിഡ് എന്താണ്, അതൊരു ടെമ്പററി മാഗ്നറ്റ് ആണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ബാർ മാഗ്നറ്റിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡും അതുപോലെ തന്നെ കറണ്ട് ക്യാരിയിങ് ആയിട്ടുള്ള ഈ സോളിനോയിഡിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡും സെയിം ആണോ? സെയിം ആണ്. പക്ഷെ ഇവ തമ്മിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അപ്പൊ പരീക്ഷയ്ക്ക് ഈ കുറച്ച് ഇതിന്റെ പെക്യുലാരിറ്റീസ് തന്നിട്ട് ഇതിനെ കാറ്റഗറൈസ് ചെയ്യാൻ പറയും. അപ്പോൾ നമുക്ക് ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്താന്ന് നോക്കാം. ഇവിടെ നോക്കിയേ, ബാർ മാഗ്നറ്റിനെ കുറിച്ച് നമുക്ക് എന്തൊക്കെ പറയാം. ബാർ മാഗ്നറ്റ് എന്ന് പറഞ്ഞത് മാഗ്നറ്റിസം പെർമനന്റ് ആണ്. ഈ മാഗ്നറ്റിക് പ്രോപ്പർട്ടി നമുക്ക് നീക്കിക്കളയാൻ പറ്റുമോ? ഇല്ല. അത് നാച്ചുറൽ ആയിട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ ഇത് പെർമനന്റ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റ് ആണ്. മാഗ്നറ്റിക് പ്രോപ്പർട്ടി നമുക്ക് അതിൽ നിന്ന് നീക്കിക്കളയാൻ പറ്റില്ല. അപ്പൊ സ്ഥിരതയുള്ള ഒരു മാഗ്നറ്റ് ആണ് ബാർ മാഗ്നറ്റ് എന്ന് പറഞ്ഞത്. ഇനി ഇതിന്റെ മാഗ്നറ്റിക് സ്ട്രെങ്ത് നമുക്ക് വേരി ചെയ്യാൻ പറ്റില്ല. അതായത് മാഗ്നറ്റിക് സ്ട്രെങ്ത് കൂട്ടാനോ കുറയ്ക്കാനോ പറ്റില്ല. അതൊരു പെർമനന്റ് മാഗ്നറ്റ് ആയതുകൊണ്ട് തന്നെ കൂട്ടാനോ കുറയ്ക്കാനോ സാധിക്കില്ല. അതുപോലെ തന്നെ പൊളാരിറ്റി കനോട്ട് ബി ചേഞ്ച്ഡ്. ഈ ഒരു ബാർ മാഗ്നറ്റിന്റെ നോർത്ത് പോൾ ഉണ്ട്, സൗത്ത് പോൾ ഉണ്ട്. അപ്പൊ ഈ നോർത്ത് പോളിനെ സൗത്ത് പോൾ ആക്കാനോ സൗത്ത് പോളിനെ നോർത്ത് പോൾ ആക്കാനോ നമുക്ക് സാധിക്കില്ല. എന്തുകൊണ്ടാണ്? ഈ ബാർ മാഗ്നറ്റ് എന്ന് പറഞ്ഞത് ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റ് ആണ്. ഇതിന്റെ കാര്യങ്ങളൊന്നും കൂട്ടാനോ കുറയ്ക്കാനോ നീക്കാനോ പറ്റില്ല. അത് എങ്ങനെയാണോ കിട്ടുന്നത് അതേപോലെ തന്നെയാണ് അത് ഇരിക്കുക. എന്നാൽ കറണ്ട് ക്യാരിയിങ് ആയിട്ടുള്ള ഒരു സോളിനോയിഡ് പ്രത്യേകത എന്താണ്? അത് ഒരു ടെമ്പററി മാഗ്നറ്റ് ആണ്. ഫസ്റ്റ് പോയിന്റാണ് കേട്ടോ. ടെമ്പററി മാഗ്നറ്റ് ആയതുകൊണ്ട് തന്നെ മാഗ്നറ്റിസം എന്ന് പറഞ്ഞ ആ പ്രോപ്പർട്ടി ടെമ്പററി ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു, കറണ്ട് ഒഴുക്കി വിടുമ്പോൾ അതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കിട്ടും. കറണ്ട് നമ്മൾ എപ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്നോ അപ്പോൾ അതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഇല്ലാണ്ടും. അതുകൊണ്ട് അതൊരു ടെമ്പററി മാഗ്നറ്റ് ആണ്. അപ്പൊ മാഗ്നറ്റിസം എന്ന് പറഞ്ഞത് ടെമ്പററി ആയിരിക്കും. മാഗ്നറ്റിക് സ്ട്രെങ്ത് നമുക്ക് വേരി ചെയ്യാൻ പറ്റും, ഇല്ലേ? മാഗ്നറ്റിക് സ്ട്രെങ്ത് സോളിനോയിഡിന്റെ കറണ്ട് കൂട്ടുന്നതനുസരിച്ച് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂട്ടാം, അല്ലെങ്കിൽ നമ്പർ ഓഫ് ടേൺസ് കൂടുന്നതനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂട്ടാം, അല്ലെങ്കിൽ ഒരു പ്രസൻസ് ഓഫ് എ സോഫ്റ്റ് അയൺ കോർ, അല്ലെങ്കിൽ ഏരിയ ഓഫ് എ ക്രോസ് സെക്ഷൻ ഓഫ് ദ സോഫ്റ്റ് അയൺ കോർ കൂട്ടിയാലും നമുക്ക് ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂട്ടാം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാഗ്നറ്റിക് സ്ട്രെങ്ത് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. അതാണ് മാഗ്നറ്റിക് സ്ട്രെങ്ത് ക്യാൻ ബി വേരിയഡ് എന്ന് പറഞ്ഞ സെന്റൻസ് സൂചിപ്പിക്കുന്നത്. ഇനി പൊളാരിറ്റി ക്യാൻ ബി ചേഞ്ച്ഡ്. നമുക്കറിയാം, ഈ ഒരു കറണ്ട് ക്യാരിയിങ് ആയിട്ടുള്ള ഒരു സോളിനോയിഡിന്റെ നോർത്ത് പോള് സൗത്ത് പോൾ ആക്കാൻ പറ്റും, സൗത്ത് പോള് നോർത്ത് പോൾ ആക്കാൻ പറ്റും. എങ്ങനെ? കറണ്ട് നമ്മൾ റിവേഴ്സ് ചെയ്യാവുന്ന ഒരു കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. കറണ്ട് റിവേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് നോർത്ത് പോളിനെ സൗത്ത് പോൾ ആക്കി മാറ്റാൻ പറ്റും, സൗത്ത് പോളിനെ നോർത്ത് പോൾ ആക്കി മാറ്റാൻ പറ്റും. അതാണ് പൊളാരിറ്റി ക്യാൻ ബി ചേഞ്ച്ഡ് എന്ന് പറഞ്ഞ സെന്റൻസ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഈ ബോക്സിൽ കാണുന്ന കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. പരീക്ഷയ്ക്ക് ഇത് ബാർ മാഗ്നറ്റും കറണ്ട് ക്യാരിയിങ് ആയിട്ടുള്ള സോളിനോയിഡും ദ പെക്യുലാരിറ്റീസ് കാറ്റഗറൈസ് ചെയ്യാൻ തന്നു, അല്ലെങ്കിൽ കാറ്റഗറൈസ് ചെയ്യാൻ പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കറക്റ്റ് ആയിട്ട് എഴുതാൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ നന്നായി പഠിക്കും. നോക്കിയേ, ഇഫ് ദ സ്ട്രെങ്ത് ഓഫ് ദ ഇലക്ട്രോ മാഗ്നറ്റ് ഈസ് സിഗ്നിഫിക്കൻ്റ്ലി ഇൻക്രീസ്ഡ്. ഈ ഇലക്ട്രോ മാഗ്നറ്റിന്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ won't they attract surrounding magnetic material strongly? ചുറ്റുപാടുള്ള ഈ മാഗ്നറ്റിക് മെറ്റീരിയലിനെ ഇവ അട്രാക്ട് ചെയ്തെടുക്കും, ഇല്ലേ? ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടാവുന്നത് അതിലൂടെ കറണ്ട് ഒഴുകുമ്പോഴാണ്. അപ്പോൾ കറണ്ടിന്റെ ഇന്റൻസിറ്റി അങ്ങനെ കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മാഗ്നറ്റിസം ഉണ്ടാവുന്നു. അവ ചുറ്റുപാടുള്ള മാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ അട്രാക്ട് ചെയ്യുന്നു. ഇനി ഇതിൽ ഫസ്റ്റ് നോക്കിയേ, ക്രെയിൻസ് യൂസിങ് ഇലക്ട്രോ മാഗ്നറ്റ്. നമ്മൾ സാധാരണ ക്രെയിൻസിൽ ഒരു കുളത്ത് വെച്ചിട്ടാണ് ഒരു വലിയൊരു സംഭവത്തെ പൊക്കി വേറൊരു സ്ഥലത്ത് കൊണ്ടുവയ്ക്കുക. എന്നാൽ ഇവിടെ ഇലക്ട്രോ മാഗ്നറ്റ് ആണ് ഈ ക്രെയിനിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് ഇപ്പൊ നമ്മളൊരു കാറാണ് പൊക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഈ കാറ് ഈ ഒരു സംഭവത്തിലേക്ക് അട്രാക്ട് ചെയ്യും. അങ്ങനെ ഈസി ആയിട്ട് ഈ കാറിനെ ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. അപ്പൊ ഇവിടെ ഇലക്ട്രോ മാഗ്നറ്റ് ആണ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. കറണ്ട് കിട്ടാൻ വേണ്ടി എന്താ പറയുക, നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഈ കാർ, ഇപ്പൊ ഇവിടെ കാറാണ് നമുക്ക് മാറ്റണമെങ്കിൽ കാറ് ഈ ക്രെയിനിലേക്ക് അട്രാക്ട് ചെയ്യും. ഇനി ഏത് സ്ഥലത്താണോ കൊണ്ടുവയ്ക്കേണ്ടത് അവിടെ വെച്ച് സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറണ്ട് പോകുന്നതോടുകൂടി അതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടിയും പോവും. കാറ് കറക്റ്റ് ആയിട്ട് ആ സ്ഥലത്ത് വന്ന് വീഴും, അല്ലെങ്കിൽ ആ സ്ഥലത്ത് കാറ് ഈ ക്രെയിൻ കൊണ്ടിടും.
അപ്പൊ അതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടിയുടെ ആ ഒരു ബലത്തിലാണ് ഈ കാറിനെ പൊക്കുന്നതും അത് ഏത് പ്ലേസിലാണ് കൊണ്ടുവയ്ക്കേണ്ടത് അവിടെ കൊണ്ടുവയ്ക്കുന്നതും. ഇനി മാഗ്ലവ് ട്രെയിൻ എന്ന് പറഞ്ഞത് മാഗ്നറ്റിക് ലെവിറ്റേഷൻ എന്നാണ് അതിന്റെ പേര്. ഈ ട്രെയിനിന്റെ അടിയിലും ഒരു കാന്തം ഉണ്ടായിരിക്കും, ട്രാക്കിലും ഒരു മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റ് യൂസ് ചെയ്യും. അപ്പൊ അവ തമ്മിൽ ഇന്ററാക്ഷൻ അല്ലെങ്കിൽ ടച്ച് ചെയ്യാണ്ട് നേരെ എയറിൽ പോണ പോലെ നമുക്ക് തോന്നും. നിങ്ങൾ ഈ ഒരു ട്രെയിനൊക്കെ കണ്ടിട്ടുണ്ടാവും, മാഗ്നറ്റിക് ലെവിറ്റേഷൻ എന്നാണ് അതിന്റെ പേര്. അപ്പൊ ട്രാക്കും ട്രെയിനായിട്ട് ഒരു സമ്പർക്കവും ഇല്ല, കാന്തിക ബലത്തിൽ അത് ടച്ച് ചെയ്യാണ്ട് ട്രാക്കിന് തൊട്ട് മുകളിലായിട്ട് എയറിക്കൂടെ പോകാൻ നമുക്ക് തോന്നും. അപ്പൊ ഇലക്ട്രോ മാഗ്നറ്റ് യൂസ് ചെയ്യുന്ന മറ്റൊരു ഫീൽഡാണ് ഈ മാഗ്നറ്റിക് ലെവിറ്റേഷൻ എന്ന് പറഞ്ഞ ട്രെയിൻ. ഇനി MRI സ്കാനറിൽ നമുക്കറിയാം സ്ട്രോങ് ഇലക്ട്രോ മാഗ്നറ്റ്സ് ആണ് നമ്മൾ ഈ MRI സ്കാനിങ്ങിൽ അല്ലെങ്കിൽ ആ സ്കാനറിൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പേഷ്യൻസിനോട് പറയും, നിങ്ങൾ ആഭരണങ്ങളും അല്ലെങ്കിൽ മെറ്റലിന്റെ എല്ലാ കാര്യങ്ങളും അഴിച്ചു വെച്ചിട്ട് വേണം ഈ സ്കാനിങ്ങിന് ചെല്ലാൻ. മുമ്പ് ഒരുപാട് ആക്സിഡൻസ് ഈ ഒരു സ്കാനിങ് ഫീൽഡിൽ ഉണ്ടായിട്ടുണ്ട്. ഇനി ഇലക്ട്രിക് മോട്ടോറിലും ഇതിന്റെ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. പിന്നീട് നമ്മൾ തൊട്ടടുത്തായിട്ട് നമ്മൾ ഇലക്ട്രിക് മോട്ടോറിനെ കുറിച്ച് പഠിക്കും. അപ്പൊ ഈ 4 ഫീൽഡിലും ഇലക്ട്രോ മാഗ്നറ്റിന്റെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കണ്ട സ്ട്രോങ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. സ്ട്രോങ് ആയിട്ടുള്ള ഇലക്ട്രോ മാഗ്നറ്റ് നമ്മൾ ഈ MRI സ്കാനിങ്ങിൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് സ്ട്രോങ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ആണ് അവിടെ ഉണ്ടാവുന്നത്, അവിടെ ക്രിയേറ്റ് ആവുന്നത്. ഇനി MRIയുടെ ഫുൾ ഫോം ആണ് മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ്. ഇനി നോക്കിയേ, we know that patients are asked to remove all ornaments made up of മെറ്റൽ ആയിട്ട്, അത് സ്വർണം, വെള്ളി, ഏത് മെറ്റൽ കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ടോ ഇതെല്ലാം അഴിച്ചു വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഈ സ്കാനിങ്ങിന് പോവുള്ളൂ. കാരണം മാഗ്നറ്റിക് ഫീൽഡ് ഭയങ്കര സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ ഇതിലത്തെ മാഗ്നറ്റിക് മെറ്റീരിയൽസ് ഈ ഒരു സ്കാനറിലേക്ക് സ്ട്രോങ്ലി അട്രാക്ട് ചെയ്യും. അങ്ങനെ പല സംഭവങ്ങളും പല ആക്സിഡൻസും മുമ്പ് ഉണ്ടായിട്ടുള്ളത് കൊണ്ട് ഇപ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് മാത്രമേ MRI സ്കാനിങ്ങിൽ നമ്മളെ കൊണ്ടുപോകുന്നുള്ളൂ. ദ പ്രസൻസ് ഓഫ് അതർ മെറ്റൽസ് റെഡ്യൂസസ് ദ ആക്യുറസി ഓഫ് ദ സ്കാനിങ് റിപ്പോർട്ട്. ഇനി അതർ മെറ്റൽസിന്റെ പ്രസൻസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്കാനിങ് റിപ്പോർട്ടിന്റെ ആക്യുറസി, ആ കറക്റ്റ് ആയിട്ടുള്ള സ്കാനിങ് റിപ്പോർട്ട് നമുക്ക് കിട്ടാണ്ട് വരും. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് എന്ന് പറഞ്ഞ സ്കാനിങ്ങിന് ഇങ്ങനെ ചെല്ലാൻ. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി, ദ ഫിഗേഴ്സ് ഓഫ് ദ കറണ്ട് ക്യാരിങ് കണ്ടക്ടിങ് ലൂപ്സ് ആർ ഗിവൺ ബിലോ. ഇവിടെ 4 ഫിഗർ നമുക്ക് തന്നിട്ടുണ്ട്. ഈ 4 ഫിഗറിലും ഉള്ള പോളാരിറ്റി, നോർത്ത് പോൾ ആണോ സൗത്ത് പോൾ ആണോ, അത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇത്തരം ക്വസ്റ്റ്യൻസ് തരുമ്പോൾ 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, കറണ്ട് എപ്പോഴും ഒഴുകുന്നത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടാണ്. ഫസ്റ്റ് പോയിന്റാണ് കേട്ടോ. പോസിറ്റീവ് എന്ന് പറയുന്നത് വലിയ വര, ചെറിയ വരയാണ് നമ്മൾ നെഗറ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട് കറണ്ട് ഒഴുകുന്നു. ഇനി കറണ്ട് ഒഴുകുന്നത് ക്ലോക്കിന്റെ പോലെയാണെങ്കിൽ, കണ്ട ഇതാണ് ക്ലോക്ക് മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ. അപ്പൊ ക്ലോക്കിന്റെ പോലാണ് കറണ്ട് ഒഴുകുന്നെങ്കിൽ അത് സൗത്ത് പോൾ ആയിരിക്കും. ഇനി ക്ലോക്കിന് നേരെ റിവേഴ്സ്, അതായത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ അത് നോർത്ത് പോൾ ആയിരിക്കും. ഈ 3 കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇനി നമുക്ക് ഓരോ ഫിഗർ ആയിട്ട് നോക്കാം. ഫസ്റ്റ് ഫിഗർ നോക്കാം. ഇത് പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലോട്ട്, കണ്ട കറണ്ട് ഒഴുകുന്നത് ഇങ്ങനെ, അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. അപ്പോ ഈ നോർത്ത് പോളിന് എഴുതിയിരിക്കുന്നത് കറക്റ്റ് ആണോ? അല്ല, അത് തെറ്റാണ്. കണ്ട ഈ ഒരു ഫസ്റ്റ് ഫിഗർ എന്ന് പറഞ്ഞത് തെറ്റാണ്. ഇനി നോക്കി, ഇവിടെ നോക്കി, പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലോട്ട്, ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ അത് സൗത്ത് പോൾ ആണ്. അപ്പൊ ഈ ഒരു ഫിഗർ എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. ഇനി മൂന്നാമത്തെ ഫിഗർ നോക്കി, കണ്ട ഇവിടെ വലിയ വര ആയതുകൊണ്ട് ഇങ്ങനെയാണ് പോകുന്നത്. കണ്ട ക്ലോക്കിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അതായത് ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ അത് നോർത്ത് പോൾ ആയിരിക്കും. കറക്റ്റ് അല്ലേ? അപ്പൊ ഈ ഒരു ഫിഗർ കറക്റ്റ് ആണ്. ഇനി സൗത്ത് പോൾ ആണെങ്കിൽ നോക്കി, പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലോട്ട്. സൗത്ത് പോൾ എന്ന് പറയുമ്പോൾ അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് പോവുക. പക്ഷെ ഈ ഒരു സംഭവം പോകുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയതുകൊണ്ട് ഈ ഒരു ഫിഗർ തെറ്റായിരിക്കും. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ഫിഗർ എന്ന് പറഞ്ഞത് ബിയും സിയുമാണ്. ഇനി നെക്സ്റ്റ് ഫിഗർ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതേപോലത്തെ സംഭവം തന്നെയാണ് വരുന്നത്. വാട്ട് ഈസ് ദ മാഗ്നറ്റിക് പോളാരിറ്റി ഓഫ് എൻഡ് എ? എൻഡ് എ എന്ന് പറഞ്ഞത് നോർത്ത് പോൾ ആണോ സൗത്ത് പോൾ ആണോ? അപ്പൊ ആദ്യം തന്നെ ചെക്ക് ചെയ്യേണ്ടത് കറണ്ട് എപ്പോഴും ഒഴുകുന്നത് പോസിറ്റീവ് നെഗറ്റീവിലോട്ടായിരിക്കും. കണ്ട ഇതാണ് വലിയ വര പോസിറ്റീവ്, ഇതാണ് ചെറുത്. അപ്പൊ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയുമ്പോൾ കണ്ട ഈ ഒരു ഡയറക്ഷന് വരുന്നത്, ഈ ഡയറക്ഷൻ എന്ന് പറഞ്ഞത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. കണ്ട ഇവിടെ നിങ്ങളുടെ കണ്ടക്ടറിലേക്ക് കണ്ട ഇതിങ്ങനെ പോണ ഡയറക്ഷൻ. അപ്പൊ ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് തന്നെ എ എൻഡ് എന്ന് പറഞ്ഞത് എപ്പോഴും സൗത്ത് പോൾ ആയിരിക്കും. അപ്പൊ ബി എൻഡ്, എ എന്ന് പറഞ്ഞത് സൗത്ത് ആണെങ്കിൽ ബി എന്ന് പറഞ്ഞത്
നോർത്ത് പോൾ ആയിരിക്കും. നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് ഇലക്ട്രിക് മോട്ടോറിനെ കുറിച്ചിട്ടാണ്. അപ്പൊ ഇലക്ട്രിക് മോട്ടോർ ഏത് പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യുന്നു, അവിടെ നടക്കുന്ന എനർജി കൺവേർഷൻ എന്താണ്, ഇത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗമാണ്, നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഇലക്ട്രിക് മോട്ടോറിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ ഇതിന്റെ എനർജി കൺവേർഷനെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഇലക്ട്രിക് മോട്ടോറിൽ എന്ത് എനർജി ആയിട്ട് മാറുന്നു നമുക്കറിയാം. ഇലക്ട്രിക്കൽ എനർജി ഇവിടെ മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറുന്നു. അതാണ് ഫസ്റ്റ് പോയിന്റ്. ഇലക്ട്രിക്കൽ എനർജീനെ മെക്കാനിക്കൽ എനർജി ആയിട്ടാണ് മാറ്റുന്നത്. അപ്പൊ അതൊരു പരീക്ഷയ്ക്ക് ഒരു ചോദ്യം വരാട്ട, ഇവിടെ നടക്കുന്ന എനർജി ട്രാൻസ്ഫോർമേഷൻ എന്താണ്? ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറുന്നു. അടുത്തൊരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലെറ്റ്സ് സീ ഹൗ ഫോഴ്സസ് ആർ എക്സ്പീരിയൻസ്ഡ് ബൈ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അതിലേക്ക് ഈ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഇരിക്കുന്നത് ഒരു മാഗ്നറ്റിക് ഫീൽഡിലായതുകൊണ്ട് തന്നെ അവിടെ ഒരു സെർട്ടൻ ഫോഴ്സ് അതിലേക്ക് എക്സ്പീരിയൻസ് ചെയ്യും. ആ ഒരു പ്രിൻസിപ്പിളിലാണ് ഈ ഇലക്ട്രിക് മോട്ടോർ എന്ന് പറഞ്ഞ സംഭവം വർക്ക് ചെയ്യുന്നത്. ഈ ഒരു എക്സ്പെരിമെന്റ് നിങ്ങൾ നോക്കിയേ, ഇതാണ് എക്രിലിക് ഷീറ്റ് എന്ന് പറഞ്ഞ ഒരു ഷീറ്റ്. ഇതിന് തൊട്ട് മുകളിലായിട്ട് നമ്മുടെ ഫേസിലേക്ക് നോർത്ത് പോള് വരുന്ന രീതിയിൽ ഒരു റിംഗ് മാഗ്നറ്റ്, കണ്ട വട്ടത്തിലുള്ള റിംഗ് മാഗ്നറ്റ് ഈ എക്രിലിക് ഷീറ്റിന് മുകളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ റിംഗ് മാഗ്നറ്റ് എന്ന് പറയുമ്പോൾ അതൊരു പെർമനന്റ് മാഗ്നറ്റ് ആണ്. ബാർ മാഗ്നറ്റ് പോലെ തന്നെ മറ്റൊരു മാഗ്നറ്റ് ആണ് റിംഗ് മാഗ്നറ്റ് എന്ന് പറയുമ്പോൾ വട്ടത്തില് റിങ്ങിന്റെ ഷേപ്പിൽ ആ ഒരു മാഗ്നറ്റ് ആണ് അവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ പറയുന്നത് ഈ റിംഗ് മാഗ്നറ്റിന് ചുറ്റും എപ്പോഴും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കും. നമുക്കറിയാലോ, ഈ റിംഗ് മാഗ്നറ്റ് എന്ന് പറയുന്നത് ഒരു പെർമനന്റ് മാഗ്നറ്റ് ആയതുകൊണ്ട് തന്നെ അതിന് മാഗ്നറ്റിസം ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. അപ്പൊ അത് എവിടെ കൊണ്ടുവച്ചാലും അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കും. റിംഗ് മാഗ്നറ്റിന് തൊട്ടു മുകളിലായിട്ട് രണ്ട് ചെമ്പ് റോഡ് കൊണ്ടുവച്ചിട്ടുണ്ട്. ചെമ്പ്, അതായത് ഇൻസുലേഷൻ ഒക്കെ മാറ്റിയിട്ടുള്ള ഒരു ചെമ്പിന്റെ റോഡ് രണ്ടെണ്ണം കൊണ്ടുവച്ചിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് വേറൊരു ചെമ്പ് റോഡ് AB എന്ന് പറഞ്ഞ ഒരു ചെമ്പിന്റെ റോഡും കൊണ്ടുവച്ചിട്ടുണ്ട്. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെയാണ് എക്സ്പെരിമെന്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ രണ്ട് പാരലായിട്ട് ഈ റിങ്ങിന്റെ മേലിൽ കൊണ്ടുവച്ചിരിക്കുന്ന ഈ റോഡിനെ നമ്മളൊരു ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യാണ്. അപ്പോൾ ബെൽ സ്വിച്ച് വരുന്ന ഭാഗത്ത് നമ്മൾ പോസിറ്റീവ് ടെർമിനലോട്ടും മറ്റേ ഭാഗം നെഗറ്റീവ് ടെർമിനലോട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. അത് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. കണക്ട് ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് എ 12 വോൾട്ട് ബാറ്ററി ത്രൂ എ ബെൽ സ്വിച്ച്. അപ്പൊ ബെൽ സ്വിച്ച് കണക്ട് ചെയ്യുന്ന ഭാഗം പോസിറ്റീവ് ടെർമിനലോടും മറ്റേ എൻഡ് എന്ന് പറഞ്ഞത് കണ്ട ഈ ഒരു എൻഡ് എന്ന് പറഞ്ഞത് നെഗറ്റീവ് ടെർമിനലോട്ടും കണക്ട് ചെയ്യണം. ഇനി നോക്കി, ഇവിടെ എപ്പോഴും കറണ്ട് ഒഴുകുന്നത് എങ്ങനെയായിരിക്കും? നമുക്കറിയാം, ഏത് സമയത്തും പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലോട്ടായിരിക്കും കറണ്ട് ഒഴുകുക. വാട്ട് ഡു യു ഒബ്സർവ് വെൻ ദ സ്വിച്ച് ഈസ് ടേൺഡ് ഓൺ? ഈ ബെൽ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഇതിലൂടെ കറണ്ട് ഒഴുകുന്നു. കറണ്ട് കണ്ട പോസിറ്റീവ് ടെർമിനലിലൂടെ ഒഴുകി കണ്ട നെഗറ്റീവ് ടെർമിനലിലൂടെ പുറത്തേക്ക് വരുന്നു. അതായത് ഇങ്ങനെയാണ്, അതായത് ഈ ഒരു ഭാഗത്തു കൂടെയാണ് അത് ഒഴുകി പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട്. നോട്ട് ഇൻ വിച്ച് ഡയറക്ഷൻ ഓഫ് ദ കോപ്പർ വയർ AB മൂവ്ഡ്. അപ്പൊ അവിടെ കറണ്ട് കൊടുക്കുമ്പോൾ ഈ AB കണ്ട ഏറ്റവും മുകളിലിരിക്കുന്ന ഈ കോപ്പർ റോഡ് ഉരുളും. അതായത് മറ്റ് രണ്ട് കോപ്പർ റോഡിന്റെ മേലെയാണല്ലോ ഇരിക്കുന്നത്. അപ്പൊ അതൊന്ന് റോൾ ചെയ്യും. റോൾ ചെയ്യുന്നത് ഏത് ഭാഗത്തേക്കായിരിക്കും? ക്യൂവിലേക്കാണോ പിയിലേക്കാണോ? ഇതിലോട്ടായിരിക്കും. കണ്ട ഈ ഒരു ഭാഗത്തിലോട്ടായിരിക്കും അത് റോൾ ചെയ്യുന്നത്. ഈ AB എന്ന് പറഞ്ഞ ഈ റോഡ് റോള് ചെയ്യാൻ ഉണ്ടായ കാരണം, ഉരുളാനുണ്ടായ കാരണം എന്താണ്? നമുക്കറിയാം, ഈ റിംഗ് മാഗ്നറ്റിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഇതിലൂടെ കറണ്ട് ഒഴുകുമ്പോൾ ഈ AB എന്ന് പറഞ്ഞ ഈ കോപ്പർ റോഡ് എന്ന് പറയുന്നത് ഒരു കണ്ടക്ടറായിട്ട് മാറണം. അപ്പൊ കറണ്ട് ഒഴുകുമ്പോൾ അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നു. നമുക്കറിയാം, ഈ പാഠത്തിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഈ രണ്ട് മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ ഒരു ഇന്ററാക്ഷൻ വരുമ്പോൾ ഇതിൽ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കറണ്ട് ക്യാരിയിങ് ആയിട്ടുള്ള ഒരു കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അതിലൊരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ആ ഫോഴ്സിന്റെ ഫലമായിട്ടാണ് AB എന്ന് പറഞ്ഞ ഈ കോപ്പർ റോഡ് ക്യൂവിന്റെ ഭാഗത്തേക്ക് ഉരുളുന്നത് അല്ലെങ്കിൽ നീങ്ങുന്നത്. അതാണ് ആദ്യത്തെ പോയിന്റ്. അപ്പൊ നോക്കി, അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞു ഈ ഒരു ബെൽ സ്വിച്ച് ഇരിക്കുന്ന ഭാഗമാണ് പോസിറ്റീവ് ആയിട്ട് വന്നത്. ആ ഒരു സമയത്ത് ഓൺ ചെയ്യുമ്പോൾ ഈ ഒരു AB എന്ന് പറഞ്ഞ ഈ റോഡ് ക്യൂവിന്റെ ഭാഗത്തേക്ക് ഉരുളും അല്ലെങ്കിൽ നീങ്ങും എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഇവിടുത്തെ കറണ്ട്, ഈ ഒരു ബാറ്ററിയുടെ പോളാരിറ്റി ഒന്ന് ചേഞ്ച് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്താണ് വരാ? ഇവിടെ പോസിറ്റീവ് വരും, ഇവിടെ നെഗറ്റീവ് വരും അല്ലെ? പോളാരിറ്റി ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ കണക്ട് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്തിന് പോസിറ്റീവ് ആയിരുന്നു.
പൊളാരിറ്റി ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നെഗറ്റീവ് വരും, ഇവിടെ പോസിറ്റീവ് വരും. പൊളാരിറ്റി ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ക്യൂവിന്റെ ഭാഗത്തേക്കാണ് നീങ്ങിയെങ്കിൽ ഇവിടെ നീങ്ങുന്നത് ഏത് ഭാഗത്തേക്കായിരിക്കും? പിയുടെ ഭാഗത്തേക്കായിരിക്കും ഈ AB എന്ന് പറഞ്ഞ ഈ ഒരു കണ്ടക്ടർ നീങ്ങുന്നത്, പിയുടെ ഭാഗത്തേക്ക് നീങ്ങും. ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് ആയ ഒരു പോയിന്റും കൂടി ഉണ്ട്. ഇവിടെ നമുക്കറിയാം ഈ റിംഗ് മാഗ്നറ്റ് നമ്മളെ ഫേസ് ചെയ്തിരിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞത് നോർത്ത് പോൾ ആണ് അല്ലെ. നോർത്ത് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് റിംഗ് മാഗ്നറ്റിന്റെ മുകളിൽ. അപ്പൊ ഈ നോർത്ത് പോൾ ആണ് നമ്മളെ ഫേസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എപ്പോഴും മുകളിലോട്ടായിരിക്കും. അതാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. കണ്ട, ഈ നോർത്ത് പോൾ നമ്മൾ ഫേസ് ചെയ്തിരിക്കുന്നത് കൊണ്ട് അതിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എപ്പോഴും മുകളിലോട്ടായിരിക്കും, ഈ റിംഗ് മാഗ്നറ്റിന്റെ മുകളിലായിരിക്കും. അപ്പോൾ ഈ കറണ്ട് എന്ന് പറഞ്ഞത് പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലോട്ട് വന്ന കാരണം കറണ്ടിന്റെ ഡയറക്ഷൻ ഇങ്ങനെ സൂചിപ്പിക്കുന്നു. ആ AB ഉരുണ്ടുപോയ ഭാഗം ഉണ്ടല്ലോ, അതാണ് ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ആ ഫോഴ്സിന്റെ ഡയറക്ഷൻ അങ്ങോട്ടായതുകൊണ്ടാണ് ഈ AB എന്ന് പറഞ്ഞ കണ്ടക്ടർ കണ്ട ഇങ്ങോട്ട് ഉരുണ്ടു വന്നത്. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയതിന് ഇതിന് ഒരു ലോ വരുന്നുണ്ട്, ഇതിന് ചുറ്റുപറ്റി ഒരു ലോ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഭാഗം നിങ്ങൾ പഠിക്കണം. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ മുകളിലോട്ട്, കറണ്ട് ഇങ്ങോട്ട്, ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇങ്ങനെ ആയതുകൊണ്ട് AB എന്ന് പറഞ്ഞ ആ ഒരു കോപ്പർ റോഡ് ഇങ്ങോട്ട് ഉരുണ്ടു വന്നു. അതുകൊണ്ടാണ് ക്യൂവിന്റെ അടുത്തേക്ക് അത് ഉരുണ്ടുപോയത്. അപ്പൊ ഇത്രയും നേരം നമ്മൾ നോർത്ത് പോൾ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മളെ ഫേസ് ചെയ്തിരിക്കുന്ന റിംഗ് മാഗ്നറ്റിന്റെ ഭാഗം എന്ന് പറഞ്ഞത് നോർത്ത് പോൾ ആണ്. ഇനി ഈ എക്സ്പെരിമെന്റ് സൗത്ത് പോൾ വെച്ചിട്ട് റിപ്പീറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ സൗത്ത് പോൾ വെച്ച് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരും? പോസിറ്റീവ് വരും, ഇവിടെ നെഗറ്റീവ് വരും. ആദ്യം ചെയ്ത പോലെ തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പൊ സൗത്ത് പോൾ ആവുമ്പോൾ കറണ്ട് ഇതിലൂടെ ഒഴുകി ഇതിലൂടെ വരുന്നു. അപ്പൊ ആദ്യം ഈ നോർത്ത് പോൾ ആയിട്ട് വരുമ്പോൾ അത് ക്യൂയിലേക്കാണ് പോയത്. അപ്പൊ സൗത്ത് പോൾ ആയിട്ട് വരുമ്പോൾ, സൗത്ത് പോൾ ആയിട്ട് നമ്മളെ ഫേസ് ചെയ്തിരിക്കുകയാണെങ്കിൽ ഇത് എങ്ങോട്ട് മൂവ് ചെയ്യും? ഇത് പിയിലോട്ട് മൂവ് ചെയ്യും. ആദ്യം കണ്ട നോർത്ത് പോൾ ആയിരിക്കുന്ന സമയത്ത് അത് ക്യൂയിലേക്ക് പോയി. അപ്പോൾ നമ്മുടെ ആ ഒരു റിംഗ് മാഗ്നറ്റിന്റെ പോൾ ഒന്ന് ചേഞ്ച് ചെയ്തപ്പോൾ അത് പിയിലോട്ട് പോയി. അത്രയുള്ള അതിലെ കാര്യങ്ങൾ. ഇനി വീണ്ടും നമ്മൾ ഈ ഒരു ബാറ്ററിയുടെ പൊളാരിറ്റി ചേഞ്ച് ചെയ്യാൻ പറയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൊളാരിറ്റി ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് നെഗറ്റീവായി, ഇത് പോസിറ്റീവായി. അപ്പൊ എന്ത് വരും? ആദ്യം പിയിലോട്ട് പോയ കാര്യങ്ങൾ പിന്നെ പോകുന്നത് ക്യൂയിലോട്ടായിരിക്കും. AB ഉരുണ്ടു പോകുന്നത് ക്യൂയിലോട്ടായിരിക്കും. അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങളെ ശ്രദ്ധിക്കേണ്ടു. ഒന്ന്, ഈ ഒരു AB എന്ന് പറഞ്ഞ കണ്ടക്ടർ മൂവ് ചെയ്യുന്നത് ഈ റിംഗ് മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് ഫീൽഡും ഈ AB എന്ന് പറഞ്ഞ ഈ കണ്ടക്ടറിന്റെ കറണ്ട് ഒഴുകുമ്പോൾ അതിൽ വരുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെയും ഇന്ററാക്ഷൻ കൊണ്ട് ഒരു ഫോഴ്സ് വരുന്നുണ്ട്. ഈ ഫോഴ്സിന്റെ ഫലമായിട്ടാണ് AB എന്ന് പറഞ്ഞ സംഭവം അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത്. ഇത്രയും നേരം നമ്മൾ എന്താ പഠിച്ചത്? ഇവിടെ കണ്ടക്ടർ AB എന്ന് പറഞ്ഞ നമ്മൾ ഫിഗറിൽ കണ്ടു. AB എന്ന് പറഞ്ഞ കണ്ടക്ടർ മൂവ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു ഫോഴ്സ് വേണം. ആ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത് ഒന്നെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നത് കൊണ്ടോ മാത്രമാണ് ഈ കണ്ടക്ടർ AB മൂവ് ചെയ്യുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത്. ഇഫ് ദ ഡയറക്ഷൻ ഓഫ് ദ കറന്റ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ആർ റിവേഴ്സ് ടുഗെദർ. ഇനി ഇവ രണ്ടും ഒരുമിച്ച് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ കണ്ടക്ടർ എങ്ങനെയാണോ ഏത് ഡയറക്ഷനിലേക്കാണോ മൂവ് ചെയ്യുന്നത് അതേപോലെ തന്നെ അത് കണ്ടിന്യൂ ചെയ്തു പോകും. അപ്പൊ ഇതിന് ഈ ഫോഴ്സിന് ഇവിടെ ഒരു ഫോഴ്സ് വരുന്നില്ല അല്ലെ. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ചേഞ്ച് ചെയ്യുമ്പോൾ മാത്രമേ ആ കണ്ടക്ടറിൽ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുള്ളൂ. ആ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ കണ്ടക്ടർ മൂവ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇത് രണ്ടും ഒരുമിച്ച് ഈ കറണ്ടിന്റെ ഡയറക്ഷനും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും ഒരുമിച്ച് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കണ്ടക്ടറിൽ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നില്ല. ഈ കണ്ടക്ടറിൽ എങ്ങനെയാണോ മൂവ്മെന്റ് വരുന്നത് അതേപോലെ തന്നെ അത് കണ്ടിന്യൂ ചെയ്തു പോകും. അത്രയേ ഉള്ളൂ അതിലൊരു കാര്യം വരുന്നത്. നമ്മൾ ഇത്രയും നേരം പഠിച്ചു നോക്കി. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ കണ്ടക്ടർ? ഈ AB നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടായല്ലോ, ഈ ഒരു കണ്ടക്ടർ മൂവ് ചെയ്യുന്നത് അതിലൊരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുമ്പോഴാണ്. അപ്പൊ ഇതിനെ ആശ്രയിക്കുന്ന ഈ ഒരു ഫോഴ്സിനെ ആശ്രയിക്കുന്ന അല്ലെങ്കിൽ ഈ ഫോഴ്സ് കാരണം ഈ AB മൂവ് ചെയ്യാൻ ഉണ്ടായ രണ്ട് ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഒന്ന്, ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറണ്ടിന്റെ ഡയറക്ഷനും അതുപോലെ തന്നെ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും ഇലക്ട്രിക് കറണ്ടിന്റെ ഡയറക്ഷനും നിമിത്തമാണ് ഇവിടെ എന്താ പറയുക ഈ ഒരു കണ്ടക്ടറിൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്ത് ഈ കണ്ടക്ടറിനെ മൂവ് ചെയ്യാൻ ഇടയാക്കിയത്. ഈ രണ്ട് ഫാക്ടേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, നന്നായി പഠിക്കും. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ ദിസ് എക്സ്പെരിമെന്റ് ഇൻ വിച്ച് വേ ആർ ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറണ്ട് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് അറേഞ്ച്? ഇവിടെ മാഗ്നറ്റിക് ഫീൽഡും ഇലക്ട്രിക് കറണ്ടും അതിന്റെ ഡയറക്ഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത് പെർപെൻഡിക്കുലർ ആയിട്ടാണോ പാരലൽ ആയിട്ടാണോ? പരീക്ഷ ചോദിക്കാറുണ്ട് കേട്ടോ. എന്തായിട്ടാണ്?
പെർപെൻഡിക്കുലർ ആയിട്ട് പരസ്പരം ലംബമായിട്ടാണ് ഈ മാഗ്നറ്റിക് ഫീൽഡും ഇലക്ട്രിക് കറന്റ് ഡയറക്ഷനും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. ഇനി ഇമ്പോർട്ടൻ്റ് ആയ റൂൾ നമ്മളിവിടെ പഠിക്കുന്നുണ്ട്, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഈ ലെഫ്റ്റ് ഹാൻഡ് റൂളിൽ എന്താണ് പറയുന്നത്? ദ ഡയറക്ഷൻ ഓഫ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. നമ്മൾ ഈ വീഡിയോന്റെ ആദ്യം തന്നെ പറഞ്ഞു, ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുന്ന കറണ്ട് ക്യാരിങ് ആയിട്ടുള്ള ഒരു കണ്ടക്ടറിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ അത് എന്തിനെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്? ഒന്ന് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും അതുപോലെ തന്നെ ഇലക്ട്രിക് കറന്റ് ഡയറക്ഷനെയും ആശ്രയിച്ചിട്ടാണ് ഈ ഫോഴ്സ്, ഈ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് നിലനിൽക്കുന്നത്. ആ ഒരു ഫോഴ്സ് മൂലമാണ് ആ കണ്ടക്ടർ മൂവ് ചെയ്യുന്നത് എന്നൊക്കെ ഒരു കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെയും ഇലക്ട്രിക് കറണ്ടും അറേഞ്ച് ചെയ്തിരിക്കുന്നത് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടാണ്. ഈ പോയിന്റ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ ഒരു തീം ഡിസ്കവർ ചെയ്തത് ജോൺ ആംബ്രോസ് ഫ്ലെമിംഗ് എന്ന് പറഞ്ഞ ഒരു സയന്റിസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഈസ് യൂസ്ഫുൾ ടു ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ കണ്ടക്ടർ. കണ്ട, ഒരു കണ്ടക്ടറിന്റെ മൂവ്മെന്റ്, ഫോഴ്സ് എങ്ങോട്ടാണ് ആ ഫോഴ്സ് വരുന്നത്, ആ സ്ഥലത്തേക്ക് ഈ ഒരു കണ്ടക്ടർ, എവിടെ ഇരിക്കുന്ന കണ്ടക്ടർ, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഉള്ളിലിരിക്കുന്ന കണ്ടക്ടറിന്റെ മൂവ്മെന്റ് കണ്ടുപിടിക്കാൻ ഒരു സയന്റിസ്റ്റ് ഒരു റൂൾ കൊണ്ടുവന്നു. അപ്പൊ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ അവിടെ പറയാണ്, ഒരു കണ്ടക്ടറിന്റെ മോഷനെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ ഒരു കണ്ടക്ടറിന്റെ മൂവ്മെന്റിനെ സംബന്ധിക്കുന്ന ഒരു ലോ ആരാണ് കൊണ്ടുവന്നത്? ജോൺ ആംബ്രോസ് ഫ്ലെമിംഗ്. ആ ഒരു ലോ എന്താണ്? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്നാണ് ആ ഒരു റൂളിന്റെ പേര്. ഇനി എന്താണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ? ഹോൾഡ് ദ തമ്പ് ഫസ്റ്റ് ഫിംഗർ ആൻഡ് സെക്കൻഡ് ഫിംഗർ ഓൺ യുവർ ലെഫ്റ്റ് ഹാൻഡ് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. പരസ്പരം പെർപെൻഡിക്കുലർ ആയിട്ട് ലംബമായിട്ട് നമ്മുടെ തമ്പും ഫസ്റ്റ് ഫിംഗറും സെക്കൻഡ് ഫിംഗറും, നമ്മുടെ ഇടത് കൈയിലെ തമ്പും ഫസ്റ്റ് ഫിംഗറും സെക്കൻഡ് ഫിംഗറും പിടിക്കുക. ഫസ്റ്റ് ഫിംഗർ points in the direction of magnetic field. Second finger represent the direction of electric current. Then the thumb will indicate the direction of force experienced by the conductor. എന്താ പറയുന്നത്? ഇതില് ഈ ഒരു ചൂണ്ടുവിരൽ എന്ന് പറയുന്നത്, ഇടത് കൈയിലെ ചൂണ്ടുവിരല് റെപ്രസെന്റ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനെയാണ്. തമ്പ് റെപ്രസെന്റ് ചെയ്യുന്നത് ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഏത് ഭാഗത്തേക്കാണോ ഫോഴ്സ് വരുന്നത് ആ ഒരു ഫോഴ്സിന്റെ ഡയറക്ഷനെയാണ് തമ്പ് റെപ്രസെന്റ് ചെയ്യുന്നത്. സെക്കൻഡ് ഫിംഗർ എന്ന് പറഞ്ഞത് കറണ്ടിന്റെ ഡയറക്ഷനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഒരു കറണ്ട് ക്യാരിങ് ആയിട്ടുള്ള ഒരു കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ എഫക്റ്റ് കൊണ്ട് അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിന്റെ ഫലമായിട്ടാണ് ഈ കണ്ടക്ടർ മൂവ് ചെയ്യുന്നത്. അപ്പൊ മൂവ് ചെയ്യുമ്പോൾ ആ ഒരു ഫോഴ്സിന്റെ ഡയറക്ഷൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന്റെ 3 വിരലുകൾ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ്. അതുപോലെ തന്നെ കണ്ടക്ടറിന്റെ മൂവ്മെന്റ്, ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങനെ നമുക്ക് അറിയാൻ പറ്റുന്നു എന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏത് ലോ ആണ് ഇതിനോട് ബന്ധപ്പെട്ട് ഇരിക്കണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ്. സ്റ്റേറ്റ് ചെയ്യാൻ പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യണേ.